ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കരിമീൻ പപ്പാസ് വയ്ക്കാവേ. കരിമീൻ പപ്പാസ് വയ്ക്കാനായിട്ട് ഇതാ കരിമീൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അത് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് പുരട്ടി വറുത്തതാണ്. ഇനി അതിന് നമ്മൾ തേങ്ങാപ്പാലിലാണ് പപ്പാസ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒന്നാം പാല്. ഇതിനകത്ത് ഞാൻ പെരുംജീരകവും തേങ്ങയും കൂടെ മിക്സിയിൽ അരച്ചിട്ടാണ് പാലെടുത്തത്. അപ്പം നമുക്ക് ഏറെ പാല് കിട്ടും. അത് ആദ്യത്തെ പാല്. ഇതായത് രണ്ടാമതെടുത്ത പാല്. ഇത് ആദ്യത്തെ പാൽ നമ്മൾ ലാസ്റ്റേ ഒഴിക്കത്തുള്ളൂ. രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ടാണ് കറിയൊക്കെ ചേർത്ത് വയ്ക്കുന്നത്. ഇത് അതിനകത്ത് ചേർക്കാനുള്ള മസാലയാണ്. അത് മല്ലിപ്പൊടി, കുരുമുളക്, പെരുംജീരകം, ഒരു ശകലം മഞ്ഞൾപ്പൊടി. ഇത് തേങ്ങാപ്പാലിനകത്താണ് ഞാൻ അരച്ച് എടുത്തത്. ദാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതേറെ ഇട്ടിട്ടുണ്ട്. കാരണം പച്ചമുളക് പപ്പാസ് വേറെ നല്ല എരിവ് വേണമല്ലോ. അതിന് പച്ചമുളക് നല്ല എരിവ് വേണം. ദാ ഇത് തക്കാളിക്ക് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളിക്ക് ചേർക്കുന്നത്. ഇത് ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ കരിമീൻ പപ്പാസ്. ഈ മപ്പാസ് നമ്മൾ യൂട്യൂബിൽ കാണും, പക്ഷെ ഞങ്ങൾ ആലപ്പുഴക്കാർ പറയുന്നത് പപ്പാസ് എന്ന് തന്നെയാണ്. താറാവ് പപ്പാസ്, കരിമീൻ പപ്പാസ് കണ്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ശകലം കടുവും പൊട്ടിച്ച് ശകലം ഉലുവയും കൂടെ പൊട്ടിച്ച് നമുക്ക് ഇത് കറി വയ്ക്കാനായിട്ട് വരും. ചട്ടി വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. ചൂടായപ്പോൾ ഞാൻ ഇച്ചിരി കടുക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി 2-3 ഉലുവയും കൂടെ നമുക്ക് അതിനകത്തിടണം. പിന്നെ ഒരു 1/2 കിലോ കരിമീൻ കണക്കാക്കിയാണ് ഞാൻ പപ്പാസ് വയ്ക്കുന്നത്. അപ്പം ഒരു 1.5 മുറി എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയും 1/2 മുറി 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലിലാണ് പപ്പാസ് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കറി കൊഴുപ്പിൽ കിട്ടത്തുള്ളൂ. തേങ്ങാപ്പാലിന് കാരണം മറ്റുള്ള വെള്ളങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ ചേർക്കില്ല. അത് കാരണം എല്ലാവരും പപ്പാസ് വയ്ക്കുമ്പോൾ മീനിൻ്റെ അളവനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാൻ. അതാണ് 1/2 കിലോ കരിമീനെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പുളിയും ടേസ്റ്റും ഒക്കെ വേണ്ടവർക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ വഴറ്റിയിട്ടുണ്ട്. പച്ചമുളക് വേറെ ചേർക്കണം. എത്രയും ചേർക്കണം അത്രയും ചേർക്കണം നല്ലതാണ്. കാരണം എരിവ് കിട്ടാനുണ്ട്. കുരുമുളകും ചേർക്കണം വേറെ. കുരുമുളകും പെരിഞ്ഞീരവും പച്ചമുളകുമാണ് ഏറ്റവും നല്ലത്. അതാണ് പപ്പാസിൻ്റെ ടേസ്റ്റ്. പിന്നെ ഓരോരുത്തർ അവരവർ ഇഷ്ടത്തിന് പപ്പാസ് വയ്ക്കുന്നതുകൊണ്ട് വേറെ ഈ സ്പൈസസ് മസാലയൊക്കെ ചേർത്ത് വയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഞാനത് ചേർക്കാറില്ല. അതിൽ പെരിഞ്ഞീരകം ചേർക്കാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ ഇടുമ്പോൾ പറയാറുണ്ട്, എനിക്കറിയാവുന്ന രീതിയിൽ പപ്പാസ് വയ്ക്കുക. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ പറയാം. അല്ലാതെ പപ്പാസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല വീഡിയോ കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരുത്തർ ചോദിക്കും, ഇങ്ങനെയാണോ പപ്പാസ് വയ്ക്കുന്നത്, അതിനകത്ത് അത് ചേർക്കത്തില്ല ഇത് ചേർക്കത്തില്ല, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ രീതിക്ക് പപ്പാസ് വെച്ചാണ് കാണിക്കുന്നത്. ഞാൻ അതിനകത്ത് തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. തക്കാളിക്ക് വട്ടത്തിലരിഞ്ഞോ നീളത്തിലരിഞ്ഞോ ഓരോരോ ഇഷ്ടം പോലെ. ഞാൻ വട്ടത്തിലരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് വാടി വരണമല്ലോ, അതുകൊണ്ടാണ് ഈ പച്ചമുളകിൻ്റെ കൂടെ അതും അങ്ങ് ഇട്ടാൽ ഇതൊന്ന് വാടി വരട്ടെ. നമ്മൾ എല്ലാവരും കറിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് കൊടുക്കുന്ന സംഭവമാണ് കറിവേപ്പില. കറിവേപ്പില ഇടുകയാണ്. അവിടെ കിടന്ന് വാടി. അപ്പം നല്ലൊരു സ്മെല്ലും ഒക്കെ വരുന്നു. ഇപ്പോഴേ വരുന്നുണ്ട് നല്ലൊരു മണം. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. എനിക്കിവിടെ ഒരു ടെസ്റ്ററുണ്ട്. ഞാൻ ടെസ്റ്ററെ കൊടുത്തപ്പോൾ എല്ലാം നല്ല എന്നൊക്കെ പറയും. ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ആദ്യം നമുക്ക് ആ മസാല ചേർത്ത് കൊടുക്കാം. അതായത് പെരുംജീരകവും കുരുമുളകും മല്ലിപ്പൊടിയും കൂടെ ഞാൻ വെള്ളം ഒഴിക്കാതെ തേങ്ങാപ്പാലിനോട്ട് അരച്ചത് അത് നമുക്ക് ആദ്യം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇതാക്കണ്ട ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഈ നോൺ സ്റ്റിക്കിലും ഇൻഡാലിയത്തിലുമൊക്കെ വെച്ചാൽ ഇതൊരു ഉപകാരമുണ്ട്. എന്താണെന്നറിയാമോ, വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് അത് പറ്റിപ്പോകും.
ചട്ടിക്കകത്താകുമ്പോൾ നമ്മൾ കുറേ നേരം ഇട്ട് ഇളക്കവും തിളപ്പിക്കുകയും ഒക്കെ വേണം. ഇതാകുമ്പോഴത്തേ കണ്ടോ ഒഴിച്ചൊക്കെ അത് കുറുകി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇച്ചിരി കൂടെ ആ പാത്രത്തിലോട്ട് തന്നെ, അരപ്പിരുന്ന പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. രണ്ടാം പാൽ ഒഴിക്കും. നമുക്ക് രണ്ടാം പാലും മറ്റേതും കൂടെ ഇരിക്കുന്നതും കൂടെ അങ്ങ് ഒഴിക്കാം. കാരണം ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് മീനങ്ങ് ചേർക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കും. അത് ലാസ്റ്റല്ലേ നമ്മൾ ആദ്യത്തെ പാൽ ചേർക്കത്തുള്ളൂ. ഇതാക്കണം. ഇപ്പം തന്നെ പപ്പാസിൻ്റെ ഒരു കളറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതാവട്ടെ. ഇതാവുന്നതെന്ന് പറഞ്ഞാൽ കുറുകാനല്ല, നമുക്ക് അതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. ഞാൻ അതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഉപ്പിച്ചിരി, ഉപ്പ് ഒത്തിരി ആവരുത്. നമ്മൾ മീനൊക്കെ വറുത്തതിനൊക്കെ ഉപ്പൊക്കെ ചേർത്താണ് വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഇളക്കിക്കൊള്ളാം. തവിയിൽ ഇച്ചിരി ഉപ്പിരിക്കുന്നുണ്ടോ. ഒരു കാര്യം പറയാനായിട്ടങ്ങ് മറന്നു, ഞാൻ ഇച്ചിരി കാന്താരി മുളക് കൂടി അത് ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എരിവ് വേണമല്ലോ. അപ്പോൾ നമുക്ക് പച്ചമുളകും കുരുമുളകും മാത്രമല്ല, ഇച്ചിരി കാന്താരി മുളക് കൂടെ ചേർക്കാം. അത് നിങ്ങൾക്കും ചേർക്കാം കേട്ടോ. ചേർക്കാം, എരിവ് വേണ്ടവർക്ക് ചേർക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിനകത്ത് ഇട്ട് വൃത്തിയായിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പറയൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. കരിവേപ്പിലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് പെറുക്കിയിടാവേ. ഇതാ കണ്ട, വറുത്തിട്ട് വേണം എല്ലാവരും പപ്പാസ് വയ്ക്കാൻ. കരിമീൻ വറുത്ത് പപ്പാസ് വയ്ക്കുന്നതോടെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. അതെല്ലാം താറാവ് പപ്പാസ് വയ്ക്കും. അത് പിന്നെ ആലപ്പുഴക്കാരുടെ ഫേവറേറ്റാണ്, അപ്പവും താറാവിറച്ചി. അങ്ങനെ നമ്മൾ ഇതിനകത്ത് വറുത്ത് വെച്ചിരുന്ന കരിമീൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്ന് കുറുകി വരണം. കുറുകി വന്നതിന് ശേഷമേ നമുക്ക് ആദ്യത്തെ പാലൊഴിച്ച് എടുക്കാനുള്ളത്. ആദ്യത്തെ പാലൊഴിക്കുമ്പോഴാണ് പപ്പാസിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന പാലിന് വെള്ളം ചേർക്കത്തില്ല. വെള്ളം ചേർക്കാതല്ലേ എടുക്കുന്നത്. ആ പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നി തേങ്ങാപ്പാൽ തന്നെ. രണ്ടാം പാലെന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് പച്ചവെള്ളത്തിൻ്റെ ഒരു ചെറിയ ചുവ വരും. ഇതല്ല വൃത്തിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇറക്കിയിട്ട് ഇച്ചിരി മെനക്കേടാ പപ്പാസ് എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം കഷ്ടപ്പെടണം. അല്ലാതെ ചട്ടി എടുക്കുക വെച്ച് കടുക് പൊട്ടിച്ച് മുളക് പൊടി വാരിയിട്ട് പപ്പാസ് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. നല്ല വൃത്തിയായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ അതിനകത്ത് ഒഴിച്ചെടുക്കാം. രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി വെച്ചത്. അപ്പോൾ ആ തേങ്ങാപ്പാൽ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ അതിൽ ഒഴിച്ച് കൊടുക്കണം. എന്നെങ്കിലേ നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറിയിൽ ഒഴിച്ച് ശേഷം അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി പറ്റി വരട്ടെ കേട്ടോ. പാല് ഒഴിക്കണം. ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കണം. കാരണം നമുക്ക് തവി കൊണ്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കുമ്പോൾ എല്ലായിടത്തും ചെല്ലുക. എന്നിട്ട് അതൊന്ന് താത്ത് വെച്ചിട്ട് ആ പാത്രം ഒന്ന് കറക്കണം. നമ്മൾ അടുപ്പയിലിരിക്കുന്ന ചട്ടി കറക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഞാനിപ്പോൾ ഒഴിച്ച പാത്രം കറക്കണമെന്നല്ല പറഞ്ഞത്. ആ ചട്ടി ഒന്ന് കറക്കി വെക്കണം. കാരണം ഒത്തിരി ഇളക്കാൻ പറ്റത്തില്ല. കരിമീൻ ഐസാണ്, അത് പൊടിഞ്ഞു പോകും. കരിമീൻ പപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇറക്കി വയ്ക്കാം. കണ്ട നല്ല സൂപ്പറായിട്ടുണ്ട്. അതെ, അത് ഇങ്ങനെ ചരിക്കുമ്പോൾ കാണാം. അധികം വെള്ളമൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട്. പിന്നെ ഞാൻ പറയാനായിട്ടൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പാലൊഴിക്കുമ്പോൾ അധികം തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ അതിനൊരു വേറെ ടേസ്റ്റ് വരും. നമ്മൾ ആദ്യത്തെ പാലൊഴിച്ച് വേണം ഇറക്കിയെടുക്കാനായിട്ട്. ഇതാക്കണ്ട, നല്ലോണം കുറുകി ഇരിക്കുന്ന പപ്പാസ്. ഇതാ
മീനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ മീനൊക്കെ കോരിയെടുക്കുമ്പോൾ സൂക്ഷിക്കുക, കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. കരിമീൻ മുള്ളൊക്കെ ഉള്ളതാണ്. മുള്ളൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് വേണം കുഞ്ഞുങ്ങൾക്കായാലും ആർക്കായാലും കൊടുക്കാനുള്ളത്. അപ്പം ഇത് പത്തിരി, പാലപ്പം എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. എങ്കിലും ഇച്ചിരി കൂടെ മെച്ചം പാലപ്പത്തിൻ്റെയും പത്തിരിയുടെയും കൂടെയാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്, നല്ല മണവും ഉണ്ട്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ഓരോ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.